സത്യത്തിൽ ബർക്കത്ത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു അറബി പദമാണോ മലയാള പദമാണോ ലെവലിലേക്ക് അത്രയും നമ്മുടെ ജീവിതവുമായി വളരെ സംസാരത്തിലൊക്കെ ശരിക്കും ഒരു അറബിയാണോ അല്ലെങ്കിൽ മലയാളം പോലും സംശയിക്കുന്ന രൂപത്തിൽ അത്രയും നമ്മൾ വ്യാപകമായി ഉപയോഗിച്ച് വരുന്ന പദമാണ് ബർക്കത്ത്. ആ ബർക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വർദ്ധനവ്, സമൃദ്ധി എന്നൊക്കെ നമ്മൾ മലയാളീകരിച്ച് പറയാമെങ്കിൽ വലിയ ആശയങ്ങൾ സത്യത്തിൽ ഈ ബർക്കത്തിലുണ്ടെന്നുള്ളതാണ്. ബർക്കത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ബർക്കത്തിന് എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ബർക്കത്ത് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അത് ബർക്കത്ത് ഒരു ഹൈർ, ഒരു നന്മ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതിനാണ് ബർക്കത്ത് എന്ന് പറയാം. ഒന്ന് അതിൻ്റെ ഒരു തെളിവ് പറഞ്ഞത് എങ്ങനെയാണ്? സൂറത്തുൽ മുൽക്കിൽ ആയത്തുണ്ടല്ലോ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരുടെ അടുത്താണോ ഉടമസ്ഥാവകാശമുള്ളത് അവനിലാണ് എല്ലാ അനുഗ്രഹീതൻ. അവനാണ് പൂർണ്ണ അനുഗ്രഹീതൻ, അവനാണ്. അപ്പോൾ അവൻ്റെ അടുത്താണ് എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ കയ്യിലുള്ളത്. മുൽക്ക് എവിടെയാണോ നമ്മുടെയൊക്കെ ആത്മാവ് ആരെ കയ്യിലാണോ അവൻ്റെ കയ്യിൽ തന്നെയാണ് ഈ ബർക്കത്തുള്ളത്. അപ്പോൾ അള്ളാഹു തന്നെ തരേണ്ടതാണ് എന്ത്? ഈ ബർക്കത്ത്, ഈ ഹൈർ എന്നുള്ളത്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ കിട്ടിയ ബർക്കത്തിനെ, ഈ കിട്ടിയ ഹൈറിനെ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം അത് നിലനിൽക്കുക എന്നുള്ളതാണ്. സസ്റ്റനൻസാണ്. അത് എത്ര ചെറുതാണെങ്കിലും എത്ര കുറച്ചാണെങ്കിലും. ഇപ്പോൾ കിട്ടുന്നൊരു സമ്പാദ്യം അതിപ്പോൾ കിട്ടിപ്പോകുന്ന സമ്പാദ്യം ഇങ്ങനെ നിലനിന്ന് പോവുക. അടുത്ത മാസത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം വിഹിതം അതിങ്ങനെ ചെറുതാണിത് കിട്ടിക്കൊണ്ടിരിക്കുക. അത് സ്ഥിരമായി ലഭിക്കുക എന്നുള്ളതാണ് ബർക്കത്തിൻ്റെ മറ്റൊരു ഭാഗം. മൂന്നാമത്തെ വശം എന്ന് വെച്ചാൽ അത് ബർക്കത്ത്, അത് കിട്ടിയ നന്മകൾ അത് ഉപകാരപ്പെടുക എന്നുള്ളത്. ഏത് നമ്മൾ ബെനിഫിഷ്യൽ ആവാണല്ലോ കിട്ടിയതിപ്പം നല്ല ഭംഗിയുള്ള ഭാര്യനെ കിട്ടി. എല്ലാവർക്കും ഉള്ള ഒരു ആവശ്യം എന്ത്? നല്ല ഭംഗിയുള്ള ഭാര്യ കിട്ടുക എന്നുള്ളത്, കാണാൻ സൗന്ദര്യമുള്ള ഒരു ഭാര്യനെ കിട്ടുക എന്നുള്ളത്. പക്ഷേ ഭംഗിയുള്ള ഭാര്യ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അത് ഉപകാരപ്പെടുന്ന ദുനിയാവിലും ആഖിറത്തിനും ഉപകാരപ്പെടണമല്ലോ. നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഭാര്യ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ദുനിയാവിലും ആഖിറത്തിനും ഉപകരിക്കുന്നൊരു ഭാര്യനെ കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ മക്കളുടെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. മക്കളുടെ വിഷയത്തിൽ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മക്കളെ കിട്ടുന്നു, മക്കൾക്ക് വേണ്ടി ഒരുപാട് ചിലവഴിക്കുന്നു, മക്കൾക്ക് വേണ്ടി നമ്മൾ രാവും പകലും അധ്വാനിക്കുന്നു. പക്ഷേ മക്കളെന്ത് ചെയ്യുന്നു? നമ്മളെ ഉപകാരപ്പെടുന്ന മക്കളായി മാറണമെങ്കിൽ അവരെ ആ രീതിയിലുള്ള അതിനെ ബർക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഉപകാരപ്പെടുക എന്നുള്ളത് ആവശ്യമുള്ളൊരു കാര്യമാണ്. നാലാമത്തേത് എന്താ വെച്ചാൽ ഈ ബർക്കത്ത് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിന് വർധനവുണ്ടാവാം. അതിന് നക്സാനായി മാറരുത്. അതങ്ങനെ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇങ്ങനെ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ 4 രൂപത്തിലാണ് ശരിക്കും ബർക്കത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്. പിന്നൊരു കാര്യം എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ബർക്കത്ത് നമുക്ക് ഇറക്കി തന്നത്. ഈ ബർക്കത്ത് അള്ളാഹു ചില സ്ഥലത്ത് ഇങ്ങനെ നിക്ഷിപ്തമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞു ഇപ്പോൾ ജുമാ ദിവസം ബർക്കത്തുള്ളതാണ്. അതുപോലെ റമദാൻ എന്താ ഷഹർ മുബാറക്കാണ്. അതുപോലെ ദുൽഹിജ്ജ 9 അറഫ ഒരു ബർക്കത്തുള്ള ദിവസമാണ്. അറഫ ഈ സ്ഥലം പോലും ഇപ്പോൾ അറഫയിൽ ആലോചിച്ച് നോക്കൂ. ദുൽഹിജ്ജ 9 ബർക്കത്ത്. ദുൽഹിജ്ജ 9 അറഫയാണ്, ഒരു മൈതാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു സമയം നിശ്ചയിച്ചു. ആ കൃത്യ സമയത്തുമ്പോൾ ആ ദുൽഹിജ്ജ 9 അറഫക്ക് ഒരു ബർക്കത്തുണ്ട്. അത് കൃത്യമായി മലക്കൾ ഇറങ്ങുന്നു, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും വലിയ ദിവസമാണല്ലോ അറഫ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ദിവസങ്ങളെ കുറിച്ച് ഇപ്പോൾ സ്ഥലങ്ങൾ ഇപ്പോൾ പറഞ്ഞു വിവക്കത്ത് മുബാറക്ക. ഇത് മക്കത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് നല്ല ബർക്കത്തുള്ള മക്കയാണ്. അതുപോലെ തന്നെ വേടനെ പ്രാർത്ഥിച്ചത് മദീനത്ത് കൃത്യമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ മക്കത്ത് കിട്ടിയ ബർക്കത്ത് പഠിച്ചവനെ എന്ത് ചെയ്യണം? എനിക്ക് മദീനത്ത് ഇരട്ടിയായി തരണം, അലാഫായിട്ട് തരണം എന്ന് പ്രാർത്ഥനയുണ്ട്. വിശ്വാസം പ്രാർത്ഥിച്ചാണ് മദീനത്ത് പോയി മക്കത്തിൽ കിട്ടിയ ബർക്കത്ത് മദീനത്ത് ഇരട്ടിയായി തരണം എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് ഇപ്പോൾ മദീനത്തെ ബർക്കത്തുണ്ട്. ആ മദീന എന്നുള്ള സ്ഥലത്ത് ബർക്കത്തുണ്ട്. ഇപ്പോൾ പള്ളികൾ, ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നല്ലേ, പള്ളിയിൽ നമ്മൾ പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുന്നത് നമുക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ച് വളരെ നിർബന്ധമാണ്. പുരുഷനാണോ പള്ളിയിലാണ് ജമാഅത്ത്, അതാണ് നമസ്കാരം. അപ്പോൾ അങ്ങനെ ഒരു നമസ്കാരത്തിന് 27 ഇരട്ടിയാണ്. അതിന് ബർക്കത്താണല്ലോ, വർദ്ധനമാണല്ലോ. സാധാരണ പോകുന്നതിനേക്കാൾ 27 ഇരട്ടി കിട്ടുക എന്നുള്ളത്. ഒരു വക്തിന് 5 ദിവസമാണ്. 5 ദിവസം 2 27 ഇരട്ടി എത്രയായി? 5 ദിവസം നിസ്കരിക്കുക നമസ്കാരത്തെ ഒറ്റ നമസ്കാരം പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് ബർക്കത്താണല്ലോ. അങ്ങനെ പറഞ്ഞു വന്നാൽ സുഹൃത്തുക്കൾ, ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് ബർക്കത്തുകൾ നമ്മൾ വസ്തുക്കളിൽ ബർക്കത്തുണ്ട്. അപ്പോൾ പറഞ്ഞു ഇഫ്താറിൻ്റെ സമയത്ത് ഈത്തപ്പഴം കൊണ്ട് നിങ്ങൾ നോമ്പ് തുറക്കും, അതിന് ബർക്കത്തുണ്ട്. ഇപ്പോൾ സഹറിന് ബർക്കത്തുണ്ട്. അങ്ങനെ ചില വസ്തുക്കൾക്ക് ബർക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ തെയ്യിനെ കുറിച്ച് ബർക്കത്ത് പറയുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു നിക്ഷിപ്തമായ കുറേ ബർക്കത്തുകൾ അള്ളാഹു ഇറക്കി വെച്ചിട്ടുണ്ട്. അത് അള്ളാഹ് തന്നതാണ്, അള്ളാഹ് നിശ്ചയിച്ച് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഈ നിശ്ചയിച്ച് വെച്ച ബർക്കത്തിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തേടുന്നതാണ്. ഒന്നാമത് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഈ ബർക്കത്തിനെ മനസ്സിലാക്കാണ്ട് ബർക്കത്തിന് കിട്ടില്ല. ബർക്കത്ത് ചോദിച്ച് വാങ്ങിയാലേ കിട്ടുള്ളൂ. അല്ലാതെ ബർക്കത്ത് ഉണ്ടെന്നത് മനസ്സിലാക്കിയാൽ ബർക്കത്തിനെ ചോദിച്ച് വാങ്ങുക എന്നുള്ളത് സുന്നത്താണ്. വിശ്വാസം പ്രാർത്ഥിച്ചല്ലോ. വിശ്വാസം പിന്നെ പ്രാർത്ഥിച്ചു മാത്രമല്ല പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വിശ്വാസം പ്രാർത്ഥിച്ചു. നസ്റുല്ലാഹിനെ കുറിച്ച് പറഞ്ഞു അല്ലാഹു ബാരിക് ലഹു വാലഹു പിന്നെ വലതുഹു, അവരുടെ മക്കൾക്കും അതേപോലെ പിന്നെ സമ്പത്തിനെയും ബർക്കത്ത് കൊടുക്കണമേ. ഉബാരിക് ലഹു, കൊടുത്താൽ മാത്രം പോലെ ബർക്കത്തിനും കൊടുക്കണം എന്നതാണ്. അങ്ങനെ നസ്റുല്ലാഹ് ഒരു കാലത്ത് എന്തായി,
വലിയ ആ മദീനത്തെ അൻസാരിൽപ്പെട്ട വളരെ പാവപ്പെട്ട അൻസാരികളാണ്. അതിവിടെ ഏറ്റവും ധനാഢ്യനായ അൻസാരി അനസ്റുല്ലാഹ് മാറിയതാണ് പിൽക്കാലത്ത്. അതേപോലെ നബിക്ക് വേണ്ടി ബർക്കത്തിന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ഇഷാസ്കരിച്ചല്ലോ, എല്ലാവരും ഇഷാസ്കരിച്ചാൽ ഇരിക്കുന്നതായിരിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു നബിക്ക് വേണ്ടി ബർക്കത്ത്, അല്ലാഹു ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നബിക്ക് പോലും ബർക്കത്ത് തരണം. നബിക്ക് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യണം? ആ ബർക്കത്ത് നബിക്കും കൊടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബർക്കത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിചാരിക്കാനും ബർക്കത്ത് തേടാൻ വേണ്ടി ആൾക്കാർ പോകാറുണ്ട്. ഇടയ്ക്ക് ആലോചിക്കും ഈ ബർക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ ബർക്കത്ത് തേടാൻ വേണ്ടി എന്ത് ചെയ്യും? അവിടെ പോയി ബർക്കത്തോട് കൂടി ബർക്കത്ത് കിട്ടും. ശരിക്കും ബർക്കത്ത് തന്നെ പഠിച്ചവനാണ്. നബിക്ക് പോലും ബർക്കത്ത് ലഭിക്കുകയാണെങ്കിൽ അള്ളാഹു തന്നാലേ ലഭിക്കുള്ളൂ എന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ബർക്കത്ത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കൈവശത്തിലുള്ളതാണ്. അത് പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചോദിച്ച് വാങ്ങിയേ പറ്റൂ എന്നതാണ്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ഈ തെറ്റിദ്ധാരണയുണ്ട് പലരും. പിന്നെ സമ്പത്തിൽ എന്ത് ചെയ്യണം? നല്ല ബർക്കത്ത് കിട്ടണം. സമ്പത്താണ് ഒരുപാട് സമ്പത്ത് കിട്ടുക എന്നുള്ളതാണ്. സമ്പാദ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇന്നത്തെ കുറച്ചുകൂടി കൂടണം. അങ്ങനെ എല്ലാ സമയത്തും ഇൻക്രിമെൻറ്റ് കൂടി കിട്ടുക എന്നുള്ളത് അതാണ് എല്ലാവരും ബർക്കത്ത് എന്നുള്ള മനസ്സിലാക്കി. അതായത് വർധനവുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ വർധനവെക്കാൾ അപ്പുറത്തേക്ക് നിസ്സാസം പറഞ്ഞ ഭാഗമുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ശരിക്കും ലൈസ് ലഗീന നിസ്സാസ് പറഞ്ഞെങ്ങനെയാണ്? ലൈസ് ലഗീന അൻ കസ്റത്തുൽ അറ. അതായത് നമ്മൾ വിഭവങ്ങൾ കൂടുക എന്നുള്ളതല്ല എന്ത് യഥാർത്ഥ ബർക്കത്ത് എന്നത് ലഗീന എന്നല്ല, ലഗീന അഗന നഫ്സ്. മനസ്സിന് സമാധാനം കിട്ടുക, അല്ലെങ്കിൽ മനസ്സിന് ഐശ്വര്യം ഉണ്ടാവുക, ധന്യത ഉണ്ടാവുക. അവിടെയാണ് സത്യത്തിൽ എന്ത് ബർക്കത്ത് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളെന്താ ചോദിച്ചാൽ പിന്നെ അതേപോലെ നമ്മൾ പറയാറുണ്ട് സമയത്തിൻ്റെ ബർക്കത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പിന്നെ സമയമില്ല, അല്ലാതെ പ്രശ്നം അതാണല്ലോ, സമയത്തിൻ്റെ പ്രശ്നമാണല്ലോ. വിശ്വാസം സത്യത്തിൽ എന്തുണ്ട്? വിശ്വാസം നമുക്ക് 10 ഭാര്യമാരാണ്, നമുക്കൊരു ഭാര്യ ജോലി കേട്ടോ. നബിക്ക് വേറെയും ഒരുപാട് ജോലികൾ. അതായത് നബിക്ക് നബി റസൂലാണ്. കൃത്യമായി 23 വർഷം കൊണ്ട് സിലബസ് പഠിപ്പിച്ചെടുക്കണ്ടേ? ഈ ഖുർആനായ സംഗതി, വഹി ഇറങ്ങിയ സംഗതി, അതിനെ കൃത്യമായി ഓരോ ഘട്ടമായിട്ട് അതിൻ്റെ ആയത്തും അതിന് വിശദീകരണം തഫ്സീറും ഒക്കെ പഠിപ്പിച്ച് കൊടുക്കണം. ആർക്ക്? പൂർണ്ണമായി എത്തിച്ചു. ഒരു വരി പോലും വനക്ക് പോലും വിട്ടിട്ടില്ല. അത് വലിയൊരു അമാനത്ത്. അത് അല്ലാഹു വിശ്വാസം നിർവഹിച്ചു. 10 ഭാര്യമാരെ നോക്കി, മക്കളെ നോക്കി. എന്നിട്ട് മാത്രമേ സൈന്യാധിപനാണ്, അവിടെ തത്വജ്ഞനാണ്, അങ്ങനെ ഒരു മാത്രമല്ല പള്ളിയിലെ ഖത്തീബാണ്, അവിടുത്തെ ഇമാമാണ്. ഇത്രയും കാര്യങ്ങൾ നിസ്സാസലമ നിർവഹിച്ചു. അതേ നമുക്കുള്ളൂ. അപ്പോൾ ബർക്കത്ത് പറഞ്ഞാൽ വലിയ വിശാലമായ അർത്ഥമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കാറുണ്ട്. എന്തായാലും ബർക്കത്തിൻ്റെ അതിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ വിവിധ തലങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു പ്രൊഫഷണലായ ആളുകളുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ വർക്കിംഗ് ടൈം തന്നെ ഒരുപാടുണ്ട്. എന്നാൽ ആ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പല കാര്യങ്ങളും, പഠനങ്ങളും അതിൻ്റെ മറ്റ് ഭാഗങ്ങളും, അതിനും ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും? ഇത് പല ആളുകളും പിന്നെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ പല ആളുകളുടെ മനസ്സിലേക്കും വരുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തെ എങ്ങനെ നമുക്ക് ഉത്തരം നൽകാൻ? തീർച്ചയായും ബർക്കത്ത് ലഭിക്കാൻ, അപ്പോൾ നേരത്തെ പറഞ്ഞു ബർക്കത്ത് കൊണ്ട് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ബർക്കത്ത് ലഭിക്കണം, അതിന് ലഭിക്കേണ്ട ഒന്നാമത്തെ വിഷയം അത് ആര് പറഞ്ഞു തരണം? അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾ ബർക്കത്ത് ലഭിക്കണോ. അതിന് വേണ്ട ഒന്നാമതായി അല്ലാഹു പറഞ്ഞ സംഗതി ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വലൗ അൻ അഹ്ല ഖുറ, ഒരു ആയത്താണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലൗ അൻ അഹ്ല ഖുറ ആമനു വത്തഖു. ഒരു കൂട്ടം ഒരു പ്രദേശത്തെ ആളുകൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആമനു, അവർ വിശ്വസിക്കുന്നു, വിശ്വാസിയാവണം. നമ്പർ 1 കാറ്റഗറി വിശ്വാസിയാവണം. രണ്ടാമത്തേത് വത്തഖു, അവർ തഖ്വ പാലിക്കണം. എങ്കിൽ ലഫതഹ്ന അലൈഹിം ബറകാത മിനസ് സമാഇ വൽ അർദ്, ആകാശത്ത് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ബർക്കത്ത് ഇങ്ങനെ പെയ്തിറങ്ങുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആർക്ക് കിട്ടും? ആർക്ക് കിട്ടുക? ഈമാൻ വേണം, തഖ്വ വേണം. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഈമാൻ ഉണ്ടാവാൻ വളരെ പ്രധാനമാണല്ലോ. അല്ലാഹു വിശ്വസിക്കുക നിർബന്ധമാണ്. അങ്ങനെ ഈമാനോട് കൂടി തഖ്വ പാലിക്കാന്നുള്ളത്. ഇപ്പോൾ തഖ്വയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ മനസ്സിലാക്കേണ്ടത് പലരും തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സൂക്ഷിക്കുക എന്ന് പറഞ്ഞവിടെ നിർത്തും. ശരിക്കും തഖ്വ എന്താണ്? അവാമിരില്ല, അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, പാലിക്കപ്പെടാന്നുള്ളത്. രണ്ടാമത്തത് വജ്തിന് മുനവായി, അള്ളാഹ് എന്തൊക്കെ വിരോധിച്ചോ അതൊക്കെ പൂർണ്ണമായിട്ട്, അതായത് 100% ഒഴിവാക്കുക. മറ്റേത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പരമാവധി ഇത്തഖുല്ലാഹ മസ്തതഅത്, കൈകൊണ്ട് പരമാവധി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ പിന്നെ അരുതുകൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണ്ണമായി പാടി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തഖ്വയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ തഖ്വ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? എവിടെയാണ് തഖ്വ? തഖ്വ സത്യത്തിൽ വിശ്വാസം വീണ്ടും പഠിച്ചു. തഖ്വ എവിടെയാണ്? ഹാവന, ഇവിടെയാണ്, കൽബിലാണ്. എന്നിട്ട് 3 വട്ടം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളിലേക്ക് പോകുന്നതോട് നമ്മൾ ശ്രദ്ധിക്കണം. അത് തഖ്വ നമ്മൾ ചെയ്യണം, നിർബന്ധമായിട്ടും പാലിക്കണം എന്നതാണ് ഒന്നാമത്തെ ഷർത്ത്. അള്ളാഹ് പഠിപ്പിച്ച ഷർത്ത് അതാണ്. ഈമാൻ വേണം, തഖ്വ വേണം. രണ്ടാമത്തെ കാര്യം, ഈമാൻ്റെ കൂടെ മറ്റൊരു കാര്യം പഠിപ്പിച്ചത് ജീവിത ബർക്കത്തുണ്ടാവണോ? ഈമാൻ്റെ കൂടെ എന്ത് വേണം?
അമലു സാലിഹാത്ത് കൂടി പഠിപ്പിച്ചു. അതിൻ്റെ ആയത്ത് ഇങ്ങനെയാണ് അവസാനത്തെ പറയും, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, അതായത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായിക്കോട്ടെ, മൻ അമില സാലിഹൻ ആരാണോ സൽക്കർമ്മം പ്രവർത്തിച്ചത്, വഹുവ മുഅ്മിൻ സത്യവിശ്വാസിയാവണം, അവിടെയും കാറ്റഗറി ഒന്ന് തന്നെയാണ്, മുഅ്മിനാവണം എങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം, ഒരു അടിപൊളി ജീവിതം തന്നെ അള്ളാഹു തരുന്നതാണ്. മാത്രമല്ല വൽനജ്സി അജ്റ ബിഹസ്ബി മാ കാനൂ യഅമലൂൻ, അതിനുള്ള ഇപ്പോൾ പ്രവർത്തിച്ചതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് അവിടെ നാളെ പരലോകത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഹയാത്തുൻ ത്വയ്യിബ എന്നെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാം ആഗ്രഹിക്കുന്ന വിഷയം കേട്ടോ. ഈ നല്ല ജീവിതം എന്താണ്? ഇപ്പോൾ ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നുണ്ട്. 4 കാര്യങ്ങളാണ് ഹയാത്തുൻ ത്വയ്യിബയിൽ കിട്ടുക. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഹലാലായ ഉപജീവനം ഉണ്ടാവാം, കിട്ടുന്ന സമ്പത്തിൽ ഹലാലായിരിക്കണം. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ഒരു ഹറാമ്, അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായ ജീവിതത്തിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹറാമ് കലരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ജോലിയിൽ ചെറിയൊരു ഒരു സമയം, നമ്മൾ കൃത്യമായ സമയം ജോലി ഉണ്ടെങ്കിൽ ആ ജോലി പ്രവർത്തിക്കണമെങ്കിൽ ആ ജോലിൻ്റെ അവിടെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ മമ്മികൾ വളരെ ശ്രദ്ധിച്ച് പറയുന്ന വിഷയം, അപ്പോൾ നമ്മൾക്കൊരു 8 മണിക്കൂർ 9 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതൊരു ഫോൺ കോൾ പോലും, അതല്ലാത്തൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് പോലും വലിയ പ്രശ്നമായി പറയുന്നുണ്ട്. കാരണം ജോലിക്കിടയിൽ മറ്റൊരു ജോലി തീരുത്, പേഴ്സണൽ പണിയെടുക്കാൻ പാടില്ല എന്നുള്ളത് അതുപോലും അത്രയും ഗൗരവത്തിലാണ് കണ്ടത്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഞാൻ പറയാൻ അർഹനല്ല സത്യത്തിൽ, ഞാൻ പറയുമ്പോൾ ഞാൻ ബേജാറുണ്ട് ആ വിഷയം പറയുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലും അപ്പോൾ അത്രയും ശ്രദ്ധാപൂർവ്വമായിരിക്കണം നമ്മൾ ജോലി പോയെടുക്കുന്നത്. മാത്രമല്ല അങ്ങനെ ഹലാലായ ഉപജീവനം നമുക്ക് കിട്ടുന്നതാണ്, അതായത് ഈ അമൽ സ്വാലിഹത്ത് ചെയ്തയാൾ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നമുക്കൊരു മനസ്സംതൃപ്തി, നേരത്തെ പറഞ്ഞ സംതൃപ്തിയാണല്ലോ, അത് നമുക്ക് നേടിത്തരും. മൂന്നാമത്തെ അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് തരും. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് അപ്പോൾ നമുക്ക് ഏറ്റവും ആഗ്രഹിച്ചതാണല്ലോ, അള്ളാഹ് തൃപ്തിപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹ് തൃപ്തിയിൽ വെച്ച സ്വർഗ്ഗം കിട്ടുമല്ലോ, മറ്റു സ്വർഗ്ഗമാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതാണ് ഈ നുഹൈന ഹയാത്തുൻ ത്വയ്യിബനെ കുറിച്ച് പറയുന്നത്. പിന്നെ അമൽ സാലിഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ മുൽക്കിലാണെന്ന് പറഞ്ഞത്. അതായത് പിന്നെ എന്താണ് രണ്ടാമത്തെ ആയത്ത് എങ്ങനെ പറഞ്ഞത്? രണ്ടാമത്തെ ആയത്ത് പറയും പിന്നെ സത്യത്തിൽ ഈ ജീവിതം മരണം ഉണ്ടാക്കുന്നതിനാണ് നിങ്ങൾ അമലുകൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ. അപ്പോൾ അമലുകൾ നന്നായി പ്രവർത്തിക്കുന്ന നമ്മൾ ശരിക്കും നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് നല്ല തഹ്സീനുണ്ടോ, അഹ്സനാണോ? അള്ളാഹ് പറഞ്ഞത് അക്സർ അമല, കുറേ ചെയ്യുന്നതല്ല, അഹ്സൻ അമലാവുന്നതാണ് ഇതിൻ്റെ പ്രധാന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ ചെറിയ ഉദാഹരണം, നമ്മൾ വീട്ടിലേക്ക് ഒരു വിരുന്നേരം വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ രാവിലത്തെ ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം ബാക്കിയാൽ മതി, രാത്രി എന്ത് ചെയ്യും അത് കൂട്ടി എന്തെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. ഒരു വിരുന്നേരം നമ്മൾ തൽക്കാലം നമ്മൾ ഒരു ചിക്കൻ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ തൽക്കാലം അവിടെ ഒരു മീനിങ് നമ്മൾ ചെയ്യും, ഒരു മീൻകറി വെച്ചിട്ടെങ്കിൽ നമ്മൾ ആ ഒരു പിന്നെ വിരുന്നുകാർ സൽക്കരിക്കും അല്ലേ, ഒന്ന് നന്നാക്കി ഉണ്ടാക്കുമല്ലോ, ഒന്ന് വെക്കുന്ന പ്ലേറ്റ് പോയി നമ്മൾ മാറ്റും, അവർക്കൊരു പുതിയ പ്ലേറ്റൊക്കെ വെച്ച് അവർക്കൊരു നല്ല ഉള്ളതിൽ ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യും വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ എന്താണ്, ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ നമ്മൾ നന്നാക്കിയല്ലോ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു മുന്നിൽ നിന്ന് നമ്മൾ അമൽ ചെയ്യുമ്പോൾ നമ്മളെന്തോ നമ്മുടെ അമലുകൾക്ക് ഒരു അലസതയും ഒക്കെ വരുന്നില്ലേ? ഞാൻ എന്നോട് ചോദിക്കുന്ന കേട്ടോ, അങ്ങനെ വരുന്നില്ലേ? നമ്മൾ അഹ്സനായി ചെയ്യേണ്ട ഒരു കാര്യമാണത്. അള്ളാഹിന് മുന്നിൽ കാഴ്ച വെക്കേണ്ട അമൽ, ഏറ്റവും നന്നായി ചെയ്യേണ്ട അമലിനെ വളരെ അലസമായി നമ്മൾ നിർവഹിച്ചു പോരുന്നു. അപ്പോൾ ശരിക്കും അഹ്സൻ അമലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ വർദ്ധന ഉണ്ടാവാൻ അവസാനം പഠിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നന്ദി കാണിക്കുക എന്നാണ്. അല്ലെങ്കിൽ ശകർത്തും അല്ലെ അസീദന്നക്കും, അതായത് നിങ്ങൾ നന്ദി കാണിക്കുക, അത് അള്ളാഹ് വർദ്ധിപ്പിച്ചു തരും. അത് അള്ളാഹിൻ്റെ എന്താ പറയുക ഡിമാൻഡാണ്. നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക, നന്ദി കാണിക്കുക, ഞാൻ നിങ്ങൾക്ക് പിന്നെ വർദ്ധിപ്പിച്ച് തരും എന്നുള്ളത്. മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിൽ ബർക്കത്ത് വേണമെന്ന് ചിന്തിക്കുന്ന വലിയ ആൾക്കാർ വീട്ടിൽ ബർക്കത്തുണ്ടാകും. അപ്പോൾ വിശ്വാസം പഠിപ്പിച്ച സംഗതിയുണ്ട്. വിശ്വാസം പഠിപ്പിച്ച് എങ്ങനെയാണ്, യാ ബുനയ്യ മകനെ ഇദാ ദഖൽത അല അഹ്ലിക് ഫസല്ലിം അലൈ യകൂൻ ബറകത്ത്, അതായത് ഫസല്ലിം, നീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം, നീ വീട്ടുകാർ സലാം പറയണം. എന്നാൽ ഇന്നിട്ട് എന്താ സംഭവിക്കുക, ഫയകൂനു ബറകത്തൻ അലൈക വഅല അഹ്ലി ബൈതിക്, നിനക്ക് ബർക്കത്ത് കിട്ടും, നിന്റെ വീട്ടുകാർക്ക് ബർക്കത്ത് കിട്ടും. സുബ്ഹാനല്ലാഹ്, നമ്മളിത് ശരിക്കും സലാമൊക്കെ പറഞ്ഞ് കയറുന്നത് മക്കളോട് പറയണം. അത് ഈ പഠിപ്പിച്ചാണ് മക്കളോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതേപോലെ നമ്മൾ കുട്ടികൾ വീട്ടിൽ കയറുമ്പോഴും നമ്മൾ വീട്ടിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം, ആ ബർക്കത്ത് കിട്ടാനുള്ള ആ സലാം എന്ത് ചെയ്യണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു തന്നെ പറഞ്ഞു കയറുന്നൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ സത്യത്തിൽ ബർക്കത്ത് ഉണ്ടാവുക കാര്യം നമ്മൾ ശരിക്കും നമുക്ക് കിട്ടിയതിൽ നിന്ന് ചിലവഴിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മളെ സമ്പത്ത് വർദ്ധിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ മറ്റൊരു ആവശ്യം ബർക്കത്തിൽ വരുന്നത്. അപ്പോൾ അതിന് സത്യത്തിൽ നമ്മൾക്ക് കിട്ടിയത് എന്താണ്, അത് എത്ര ചെറുതാണെങ്കിലും അത് കൊടുക്കുക എന്നുള്ളതാണ്. അത് എന്തൊരു പറയുന്ന എല്ലാ ദിവസവും ചെറുതാണെങ്കിൽ ആ ചെറുതെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും എന്ത് ചെയ്തില്ല, പിന്നെ ഒരു കാര്യം ചിലവഴിച്ചാൽ ഒരിക്കലും നഷ്ടമാവില്ല, അതായത് കുറവില്ല. അതാണ് വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യം പറയുന്ന സംഗതി. അത് ഒരാൾ ഒരു സംരംഭം ചിലവഴിച്ചു,
ഒരിക്കലും അതിൻ്റെ കുറവ് വരുന്ന ഒരു സംഗതി വരുന്ന ആ സമയത്ത് പ്രത്യക്ഷമായ കുറവ് കണ്ടാലും അള്ളാഹു തിരിച്ചു വെക്കുന്ന യുഖ്ലിഫു തിരിച്ചു വെക്കുന്ന വെച്ചിട്ട് അള്ളാഹ് പറഞ്ഞാൽ പിന്നെ വേറെ വർത്താനല്ലല്ലോ യുഖ്ലിഫു അള്ളാഹു തിരിച്ചു വെച്ചിരിക്കും, മടക്കി തരുന്നതാണ്. മാത്രമല്ല എല്ലാ ദിവസവും ഒരു മലക്ക് ഇറങ്ങി വരുന്ന 2 മലക്കൾ ഇറങ്ങി വരുന്ന സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാലോ. 2 മലക്കൾ ഇറങ്ങി വരുന്നു എല്ലാ ദിവസവും. സൂര്യൻ പുലർന്ന് എല്ലാ ദിവസവും പ്രഭാതമാകുമ്പോൾ 2 മലക്കൾ ഇറങ്ങി വരുന്നു. ഒരു പ്രാർത്ഥിക്കുകയാണെന്ത്, അള്ളാഹുവേ അഅതി മുൻഫിഖൻ ഖലഫ. ഇന്നാരാണോ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് അവന് പകരമായി കൊടുക്കണം. മറ്റൊരു കാലൊക്കെ പ്രാർത്ഥിക്കും അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. ആരെ പിടിച്ചു വെച്ച് മുംസിക്ക് പിടിച്ചു വെച്ചത് തലഫ, അവനെ തകർത്ത് കളയൂ, അവനെ നഷ്ടപ്പെടും, അങ്ങനെ നഷ്ടക്കാരാക്കും എന്ന് പറഞ്ഞ് ആ മലക്കുടെ പ്രാർത്ഥന ഇന്ന് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ആ മലക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് ചെലവഴിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്, അവർക്കൊക്കെ കിട്ടി. ഇന്ന് ചിലവഴിക്കാതെ പിടിച്ചു വെച്ചവരെന്ത് ചെയ്തു, അവരൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴത്തെ ഒരു ഗുണം എന്താ അറിയോ, മുമ്പത്തെ പോലെ പൈസ ആർക്കിൻ്റെ എന്തെങ്കിലും ചിലവഴിക്കുക എന്നുള്ളത് എന്തെല്ലാം വളരെ എളുപ്പമാണ്, ആരും അറിയില്ല. നേരത്തെ പറഞ്ഞു സലമ പറഞ്ഞല്ലോ, പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാരാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ വലത് കൈ കൊടുക്കുക, ഇടക്കത് അറിയാത്ത രീതിയിൽ കൊടുക്കുക എന്നുള്ളത്. സത്യത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സൗകര്യം എന്താ വെച്ചാൽ ഈ GPay ആണ്, ഗൂഗിൾ പേ ആണ്. അത് ഒരാൾ അറിയണ്ടല്ലോ. മുമ്പൊക്കെ എന്താ വെച്ചാൽ ഒരാൾ 100 രൂപ എഴുതി കൊടുക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന ആൾ വാങ്ങുന്ന ആളൊക്കെ കാണുന്ന അവസ്ഥ ഉണ്ട്. അപ്പം അതൊന്നുമില്ല, വളരെ എളുപ്പമാണ്. മാത്രം നമ്മൾ സമ്പത്ത് ചിലവഴിക്കുന്നത് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റാറുണ്ട്. അതായത് കൊടുത്താൽ മാത്രമേ നമ്മളെ പ്രൊഫഷനിൽ നമ്മൾ കാണേണ്ട വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ ചിലവഴിക്കുന്നത് മക്കളെ വിഷയം നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. ഭാര്യ വിഷയത്തിലേക്ക് വീട്ടിൽ ശരിക്കും എനിക്ക് പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിൽ ചിലവഴിക്കുന്ന സമ്പത്തിന് എന്തുണ്ട്, അതിന് വലിയ കൂലിയുണ്ട്. നമ്മളായിരിക്കും വീട്ടിൽ ചിലവഴിച്ചാലൊന്നും കാര്യമൊന്നുമില്ല, നമുക്ക് വലിയ സ്വതക്കകൾ ചെയ്താൽ വലിയ കൂലി കിട്ടും. ഇത് സത്യത്തിൽ സ്കൂളിൽ ഫീസ് അടിച്ച കൂലിയാണ്, വീട്ടിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന കൂലിയാണ്, അതിലെന്തെങ്കിലും ഫ്രൂട്ട്സ് കുറച്ച് എക്സ്ട്രാ വാങ്ങിച്ചു കൊടുത്ത കൂലി. എന്ത് വാങ്ങിച്ചാൽ സത്യം എന്തുണ്ട്, അതിന് കൃത്യമായ സ്വതക്കയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നെയ്യത്ത് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ കൃത്യമായ സ്വതക്കകൾ നിൽക്കുകയും ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ആ പ്രാർത്ഥന ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും രൂപത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് ബർക്കത്ത് ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റൊരു വിഷയമായിട്ടുള്ളത്, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പല വീഴ്ചകളും പല പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ബർക്കത്തിനെ നഷ്ടപ്പെടുത്തുന്നതായിട്ടുണ്ട്. നേടിയെടുത്ത ബർക്കത്തുകളും അനുഗ്രഹങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് തീർച്ചയായിട്ടും ബർക്കത്ത് നഷ്ടപ്പെടുന്ന മേഖല എന്ന് പറഞ്ഞ സത്യത്തിൽ നമ്മളെ ഏറ്റെടുത്ത കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഹക്കുകൾ. ഞാൻ ചെയ്യേണ്ട ചില ഹക്കുകളുണ്ട്. അത് നഷ്ടപ്പെടുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ബർക്കത്ത് നഷ്ടമാവുക. ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യാതെ പോയി, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം അമാനത്താണ് സുഹൃത്തുക്കൾ. അമാനത്ത് സത്യത്തിൽ ഒരു വിശാലമായ മറ്റൊരു അർത്ഥമുണ്ട്. അത് ഖുർആൻ പറഞ്ഞല്ലോ, വിജയിച്ച വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖദാഫുൽ മുഅ്മിനൂനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് വലദീന മിൻ അമാനത്തിഹിം വഅഹദിഹിം റാഊൻ. ഈ അമാനത്തിൻ്റെ കൃത്യമായി എന്ത് ചെയ്യുന്നു, കാത്തു സൂക്ഷിക്കുന്നുള്ളതാണ്. വിശ്വാസിനെ കുറിച്ച് പറഞ്ഞത് അൽ അമീൻ അല്ലേ, വിശ്വസ്തൻ. അമാനത്തിനാണ് അൽ അമീൻ വരുന്നത്, വിശ്വസ്തനായ, വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു കാര്യം, ഹക്ക് ഞാൻ ചെയ്യേണ്ടതായിട്ട് എനിക്ക് നിക്ഷിപ്തമായ വിശ്വസിച്ച് എന്നെ പഠിച്ചു ഏൽപ്പിച്ചൊരു കാര്യം ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായി അത് ചെയ്യേണ്ടതുണ്ട്. ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം 3 രീതിയിലാണ് ഈ എൻ്റെ ഹക്കുകൾ നിർവഹിക്കപ്പെടേണ്ടത്, അമാനത്തുകൾ നിർവഹിക്കപ്പെടേണ്ടത്. ഒന്നാമത്തെ ഹക്ക് ആരോടെന്നറിയോ, എൻ്റെ റബ്ബിനോട് തന്നെയാണ്. ഞാൻ ഈ റബ്ബിനോട് ചെയ്യേണ്ടതായ അമാനത്തുണ്ട്, ഹക്കുണ്ട്. ആ ഹക്ക് എന്താണ്? ഒന്ന്, ഞാനും എൻ്റെ പഠിച്ചവനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമസ്കാരം അല്ലേ. ഞാൻ അള്ളാഹിനോട് സംസാരിക്കുന്നു, മുനാജാത്താണല്ലോ നമസ്കാരം. ഞാൻ അള്ളാഹുവിനോട് സംസാരിക്കുന്നു, അള്ളാഹു എന്നോട് സംസാരിക്കുന്നത് ഖുർആൻ, അള്ളാഹിൻ്റെ വാചകതാലോ. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിൽ എന്താണ്, ഞാൻ അള്ളാഹുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങോട്ട് സംസാരിക്കുകയാണ്, അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. തിരിച്ച് അള്ളാഹു എന്നോട് സംസാരിക്കുന്നത് ഖുർആൻ. ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, ഒരാൾ ഖുർആൻ ആദ്യം എടുക്കുക. ഖുർആൻ ശരിക്കും എന്താണ്, മുബാറക്കാൽ കണ്ടോ അല്ലേ, കിതാബ് മുബാറക്കാണ്. അതിനെ ഇറങ്ങിയ ലൈല് പോലും മുബാറക്കായി. ഇത് ഖുർആൻ ഇറങ്ങിയ രാത്രി പോലും ലൈലത്തുൽ മുബാറക്കായി ഇത് മാറിയല്ലോ. അത്രയും ബർക്കത്തുള്ളൊരു ഖുർആനിനെ എന്ത് ചെയ്തു, നമ്മൾ എത്ര രൂപത്തിൽ ഏത് രൂപത്തിൽ നമ്മൾ അതിനെ നോക്കിക്കാണുന്നതാണ്. യദ്ദബ്ബുർ ആയത്തി പറഞ്ഞാണ്, കിതാബിൻ അൻസൽനാഹു അൻസല അല്ലേ, യദ്ദബ്ബുർ ആയത്തി, തദബ്ബുർ ചെയ്യാനായിട്ടാണ്. നമ്മൾ ശരിക്കും ആ ആയത്തിനെ അത് വിശകലനം ചെയ്ത് പഠിക്കേണ്ട ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്തു, അത് മാറ്റിവെച്ചു. അതെവിടെയാണ് വീണ്ടും അള്ളാഹിൻ്റെ ഒരു ആയത്തുണ്ട്, ആരാണോ ഈ ദിക്കർ, ഏത് ദിക്കർ എന്ന് പറഞ്ഞാൽ ദിക്കറുല്ലാഹി അക്ബർ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ്. ഈ ഖുർആൻ ആയിട്ടുള്ള ദിക്കറിനെ ആരാണോ വേണ്ടാത്ത രീതി ശ്രദ്ധിക്കാത്തത്, അപ്പം ആറല്ല അത് ഒഴിവാക്കി കളഞ്ഞത്, അപ്പോൾ അതിന് മൈഷ് അവന് മൈഷത്ത് വളരെ കുടുസായിരിക്കും. ഒന്ന് ബർക്കത്ത് നഷ്ടപ്പെട്ടല്ലോ. എന്നാണെന്ന് ആലോചിച്ചു. ബർക്കത്ത് ലഭിക്കാൻ ഒന്നാമത്തെ കാര്യം ഖുർആനുമായിട്ടുള്ള ബന്ധം സെറ്റാവുന്നതാണ്. അതില്ലാത്തൊരാൾക്ക് ബർക്കത്ത് നഷ്ടപ്പെടും. ഇന്ന് രാവിലെ ഞാൻ എത്ര പേജ് ഖുർആൻ ഓതി,
കണ്ണ് തന്ന പടച്ചവൻ ഒരു തീരുമാനം ഇവിടെ എടുത്തു പോകണം. ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാവരും എടുത്തു, ഞാൻ അടക്കം എടുത്തു പോകണം. ഞാൻ പറഞ്ഞു രാവിലെ എൻ്റെ ഈ മൊബൈൽ തുറക്കുന്നതിന് മുന്നേ കണ്ണ് തന്ന പടച്ചവൻ മറ്റ് ആരുടെയും മെസ്സേജ് നോക്കുന്നതിന് മുന്നേ അള്ളാഹിൻ്റെ മെസ്സേജ് ഞാൻ നോക്കിയിരിക്കും. അള്ളാഹ് മെസ്സേജാണ് ഖുർആൻ. അത് തീരുമാനം എടുക്കണം ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായി ഞാൻ ഇവിടുന്ന് പറയും. എനിക്ക് എന്നോട് ആദ്യം പറഞ്ഞത് അത് ഞാൻ മൊബൈൽ തുറക്കില്ല, വാട്സാപ്പ് ഞാൻ തുറക്കില്ല. അതാണ് മെസ്സേജ് പറഞ്ഞത്. ഈ വാട്സാപ്പ് തുറക്കുന്നതിന് മുന്നേ ആദ്യം അള്ളാഹിൻ്റെ മെസ്സേജ് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ മൊബൈൽ തുറക്കും തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് ഖുർആൻ കൃത്യമായി നടക്കും. അത് ഞാൻ പറഞ്ഞു 2 പേജ് ഓതിയാൽ കിട്ടുന്ന വർക്കത്തുണ്ട്, 3 പേജ് അത് വർക്കത്ത് കൂടെയാണ്. ഒരു പേജിൽ ഞാൻ ആലോചിച്ചു, ഒരു പേജിൽ ഏകദേശം എത്ര വരിയുണ്ട്? ഒരു 15 വരിയുണ്ട് അല്ലേ? 15 വരി അല്ലേ? സാധാരണ ഖുർആനിപ്പോഴത്തെ പ്രിന്റിൽ ഉസ്മാനിയ പ്രിന്റ് 15 വരിയാണ്. ഒരു വരിയിൽ എത്ര ഉണ്ട്? ഏകദേശം 25-30 അക്ഷരങ്ങളുണ്ട്. അങ്ങനെ എണ്ണി നോക്കൂ. ഒരു പേജ് 5000 നന്മ, മിനിമം 6000 നന്മ ഒരു ഒറ്റ പേജ് ഓതിയാൽ കിട്ടും. 2 പേജ് ഓതിയാലോ 10,000 നന്മ. അത് മാത്രമാണ്. അവിടെ അങ്ങോട്ട് ഈ നന്മകൾ നമ്മൾ സ്കോർ ചെയ്ത് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ശരിക്കും പറഞ്ഞാൽ പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓതാതെ പോയാലോ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ ബർക്കത്ത് നഷ്ടപ്പെടാൻ മറ്റൊരു കാര്യം പറഞ്ഞതാണ് ഈ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം നമസ്കാരമാണ്. റബ്ബിനോടുള്ള മുനാജാത്ത് നമസ്കാരം. ആ നമസ്കാരത്തിൽ അശ്രദ്ധ വരിക. നമസ്കാരം എങ്ങനെ നിസ്കരിക്കണം? വെറുതെ നിസ്കരിച്ചാൽ പോരാ. അള്ളാഹ് വീണ്ടും പറഞ്ഞു ഫവൈലുൽ മുസല്ലീൻ, എന്ത് നിസ്കാരക്കാർക്കാണ് കൂട്ടരുന്ന നാശം. അവർ നിസ്കാരം ചെയ്ത് വളരെ സാഹുനായി വളരെ അലസമായി നിർവഹിച്ചു. അപ്പോൾ സത്യത്തിൽ നിസ്കരിക്കുമ്പോൾ ശരിക്കുള്ള നിസ്കരിക്കണം. അതേപോലെ വെറുതെ നിസ്കരിച്ച് പോകുന്ന ചടങ്ങ് പോകുന്ന അവസ്ഥ മാറി കുറച്ചൊന്ന് ശ്രദ്ധയോട് കൂടി നമസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. ആ നിസ്കാരം ഒരു കാര്യമില്ല. നിസ്കാരം ശരിക്കും പറഞ്ഞാൽ ഹബാ മൻസൂറായിട്ട് എന്ത് ചെയ്യും? വലിച്ചെറിയപ്പെടുന്നതാണ്. അതില്ലാത്ത രീതിയിൽ കൃത്യമായ നമസ്കാരം നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ ഹക്ക് നമ്മൾ ചെയ്യുന്നു പൂർത്തീകരിക്കാവുന്നതാണ്. ഖുർആൻ ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ഖുർആനും നിസ്കാരം കൃത്യമായി നിർവഹിക്കുമ്പോൾ അത് ലഭിക്കും. ഇനി ഇല്ലെങ്കിലോ അത് നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു. ഈ ബർക്കത്ത് നഷ്ടപ്പെടാതെ മാത്രം മതി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ മനുഷ്യൻ തമ്മിലുള്ള ചില ഹക്കുകളുണ്ട്. അതായത് മനുഷ്യ ഇപ്പം ഞാൻ ചെയ്തു തീർക്കുന്ന ചില ഹക്ക്. അപ്പം എൻ്റെ ജോലി, ഞാൻ നേരത്തെ വിഷയം പറഞ്ഞു, എൻ്റെ ജോലി എനിക്കൊരു ഹക്കുണ്ട്. ആ ഹക്ക് കൃത്യമായി നിർവഹിക്കാതിരുന്നാൽ എനിക്ക് ബർക്കത്ത് നഷ്ടപ്പെടും 100%. ഞാൻ കൃത്യമായി പാലിക്കാണ്ട് ആ സമയത്ത് ആ വർക്ക് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീട്ടി കൊണ്ടുപോകുക, ഇങ്ങനത്തെ എന്ത് കാര്യം ചെയ്താലും ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യം ഒരു സംശയം വേണ്ട. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ കുടുംബം അത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. എൻ്റെ ഭാര്യൻ്റെ മക്കൾ അവരുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിലക്ക് അത് നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളെല്ലാവരും പറയാൻ പ്രശ്നം സമയമില്ല, നമ്മൾ ഓടാണല്ലോ, ഒരാളെ ഓടിയാൽ പിന്നെ രാത്രി എപ്പോഴാണ് എത്തുന്ന അറിയില്ല. ഇപ്പം ഇങ്ങനെ ഓട്ടത്തിനിടയിൽ നമ്മൾ അവരെ മറന്നു കളയുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യം പറയട്ടോ, ജസ്റ്റ് ഒരു എൻ്റെ സജഷനാണ്. സത്യം മക്കളും ഭാര്യമാരുടെ വിഷയത്തിൽ ആ ശരിക്കും വളരെ പാവങ്ങളാണ്. നമ്മളെ ഭാര്യ ആയിരുന്ന പേരിൽ, എൻ്റെ ഒരു മകളായിരുന്ന പേരിൽ അവർ ശരിക്കും വലിയ പിന്നെ നമ്മൾ കിട്ടാത്തതിൻ്റെ പേരിൽ പ്രൊഫഷണൽസ് നിലക്ക് കിട്ടാത്തതിന് വലിയ നഷ്ടം സംഭവിക്കുന്ന കാര്യമാണ്. അത് സത്യത്തിൽ ഞാൻ കാണുന്ന ഒരു ഭാഗം എന്താ വെച്ചാൽ കുറഞ്ഞ സമയമാണ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. ആ ക്വാളിറ്റി ഞാൻ സംഭവിക്കുന്ന ഒരു നഷ്ടം സംഭവിക്കും. ആ കുടുംബത്തിന് ബർക്കത്ത് പോകും. നമ്മൾ വളരെ അങ്ങേറ്റ് ആഗ്രഹിച്ച് ബർക്കത്ത് കിട്ടണമെന്ന് വിചാരിച്ച് നിന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട സമയം അവർ കൊടുക്കേണ്ട ചിട്ടയും കൊടുത്ത് നഷ്ടപ്പെടും. അതാണ് മിസാസ് പറഞ്ഞല്ലോ അംഫസുക്കും ഹലിക്കുന്നു. നിങ്ങളെ മാത്രമല്ല കുടുംബത്തിന് നിങ്ങൾ ചെയ്യണം നൽകുന്നൊരു കാക്കുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ശ്രമിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സ്വന്തം ദേഹത്തിനോട് ചെയ്യേണ്ട മാനത്ത് ഹക്കുണ്ട്. അതായത് ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? എൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു ഹക്കാണ്. അവിടെയാണ് രോഗം മറ്റൊക്കെ കയറി വരുന്നത്. ബർക്കത്തില്ലാതെ പോകുക എന്നുള്ളത് നമ്മൾ സ്വന്തം ശരീരത്തിൽ ചെയ്യുന്ന കുറച്ച് ഹക്കുകളുണ്ട്. അത് ശരീരത്തിന് ബാധിക്കേണ്ട ഒരു ശരിക്കും ഭക്ഷണത്തിൻ്റെ വിഷയത്തിലും ഉറക്കത്തിൻ്റെ വിഷയത്തിലൊക്കെ ശരിക്കും നമ്മളൊന്ന് ചിട്ട പാലിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ചിട്ട പാലിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ബർക്കത്ത് എന്ത് ചെയ്യും? അള്ളാഹു തരുന്നു. അതില്ലെങ്കിൽ ബർക്കത്തിന് ആ ശരീരത്തിൽ കിട്ടേണ്ട ആഫിയത്തിൽ കിട്ടുന്ന ബർക്കത്തുണ്ടല്ലോ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഹക്കുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിർവഹിക്കപ്പെടാതിരുന്നാൽ അത് ബർക്കത്ത് അവിടെയൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. നമ്മൾ ഈ ബർക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ഒരു സമ്പത്ത് കുറഞ്ഞ ഒരാൾ പിന്നെ അവരെ കാണുമ്പോൾ അവർക്ക് ഒരു ബർക്കത്ത് ഇല്ലാത്ത ഒരാളാണ് എന്നൊരു ധാരണ. അതുപോലെ തന്നെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ വരുമ്പോൾ ഒരു ബർക്കത്ത് നഷ്ടപ്പെട്ട ഒരു പ്രതീതി ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമ്പത്ത് കൂടിയ ഒരാളെ കാണുമ്പോൾ അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഒരു ഇസ്ലാമികമായ ഒരു ചിട്ട പാലിക്കുന്ന ആളാവണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ സമ്പാദിക്കുമ്പോൾ ഹലാലായ മാർഗങ്ങളിൽ സമ്പാദിക്കുന്ന ആളാവണമെന്നില്ല. പക്ഷെ അവർ വലിയ സമ്പന്നനായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾ കാണുമ്പോൾ നമുക്കൊരു റഹ്മത്തും ബർക്കത്തൊക്കെ ഉള്ള ഒരാളാണ് എന്ന ഒരു ധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഈ ബർക്കത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ ആളുകൾക്ക് ഇടയിൽ വന്ന ഒരു തെറ്റിദ്ധാരണയായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, വളരെ പ്രസക്തമായ ചോദ്യം കേട്ടോ. ഞാനിങ്ങനെ അത് വളരെ സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് വാചകം കൂടിയാണത്. അത് ആവശ്യത എന്തെങ്കിലും ബർക്കത്തില്ല നഷ്ടപ്പെട്ടു എന്നുള്ളത്. സത്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത് രണ്ടാണ്. പരീക്ഷണങ്ങൾ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്ത് ചെയ്യുക? ഏറ്റവും പരീക്ഷിക്കുക അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെട്ട
അള്ളാഹു എന്ത് ചെയ്യും? പരീക്ഷിക്കും. അത് ആടെ ഏറ്റവും പരീക്ഷിച്ചത്? അമ്പിയാക്കന്മാരെ ഏറ്റവും പരീക്ഷിച്ചല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ അമ്പിയാക്കന്മാരെ പരീക്ഷന് കാരണം എന്താ വെച്ചാൽ അവരെന്ത് നിലപാടെടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പരീക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണം തിരിച്ചറിയാവുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാൻ പറഞ്ഞത് അതാണ് ശരിക്കും അവന് കിട്ടിയ ഏറ്റവും സൗഭാഗ്യം. ഇത് പരീക്ഷണമാണ്, അള്ളാഹു എനിക്ക് തന്ന ടെസ്റ്റ് ഡോസ് ആണെന്നുള്ളത് അത് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യം. അത് ചിന്തിച്ച് ഞാൻ നിലപാടെടുക്കുന്നു. ഇപ്പോൾ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ രോഗമാവാം, അല്ലെങ്കിൽ ഒരു സമ്പത്ത് നഷ്ടമാവാം, ഇതിലൊക്കെ നിലപാടെടുക്കുന്നിടത്ത് ഇപ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് 4 രൂപത്തിലായിരിക്കും മനുഷ്യൻ എന്ത് ചെയ്യുക, അവർ പ്രതികരിക്കുന്നതാണ്. ഒന്നാമത്തെ പ്രതികരണം എന്താ അറിയോ? ജാജായിരിക്കും. അങ്ങേയറ്റം എന്ത് ചെയ്യണം, അവനങ്ങനെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, പുലമ്പിക്കൊണ്ടേയിരിക്കും. അത് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ആയി, അത് അങ്ങനെ ആവേണ്ടത്, ഇങ്ങനെ ആവേണ്ടില്ലായിരുന്നു, അത് പോയത് വലിയ പ്രശ്നമായത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും. ഇതാണ് ജാജ്. ആ ഒരു സ്റ്റേജാണ് ഒരു ടീം ഉണ്ടാവുക. അതിപ്പോൾ നമ്മളെക്കാട് തുറന്നു ചെയ്യണം, ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അവന് സംഭവിച്ചു ആയിക്കോട്ടെ, പക്ഷേ ഇത് ഇനി നീങ്ങി പോകണം. പെട്ടെന്ന് സംഗതിക്ക് സംഭവിച്ചത് പരീക്ഷണം വന്നതാണ്, എനിക്ക് ഒരു നഷ്ടമായി, പക്ഷെ നിങ്ങൾക്ക് ഇത് വേഗം കഴിച്ചിലായി തീർക്കണം, അല്ലെങ്കിൽ ഈ രോഗം പെട്ടെന്ന് മാറിക്കിട്ടണം എന്നുള്ളൊരു മറ്റൊരു ചിന്ത. ഇതാണ് ഒരു കാറ്റഗറി ഓഫ് ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംഗതി. മൂന്നാമത്തെ കാറ്റഗറി അറിയാലോ, കിട്ടിയത് പരീക്ഷണം തിരിച്ചറിഞ്ഞാൽ പിന്നെ റിലയാണ്, സംതൃപ്തിയുടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കണക്കാക്കിയൊരു കാര്യമാണ്. അത് ഞാൻ ഇപ്പോൾ കണക്കാക്കിയതല്ല, നേരത്തെ ഞാനിവിടെ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തീർപ്പാക്കിയ സംഗതിയാണ് ഇന്ന സമയത്ത് എനിക്ക് രോഗം ബാധിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് എനിക്ക് ഇന്നീര് നഷ്ടം സംഭവിക്കുക എന്നുള്ളത്. അള്ളാഹു നേരത്തെ തീരുമാനിച്ച തീരുമാനമാണ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് പൂർണ്ണമായിട്ട് സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനം. നാലാമത്തെ കാറ്റഗറി, അതാണ് ശരിക്കും സഹാബാക്കളൊക്കെ ഉള്ളൊരു കാറ്റഗറി. ശരിക്കും അവർ ശുക്ർ ചെയ്യും. ഇങ്ങോട്ട് പരീക്ഷണം കിട്ടുമ്പോൾ അങ്ങോട്ട് നന്ദി കാണിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് സത്യത്തിലുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ പരീക്ഷണങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കും തിരിച്ചറിയാവുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ പരീക്ഷണത്തെ കാണുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ രാത്രി ഉറങ്ങി, രാവിലെ അലാറം വെച്ചു, പക്ഷേ ഉറങ്ങിപ്പോയി, നമസ്കാരത്തിന് ഫജ്ർ പങ്കെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ സാധിക്കാത്ത ഒരാൾ അന്നൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടാകുന്നു. ആള് ജോബ് ഇൻ്റർവ്യൂ പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടു. അങ്ങേറ്റ് നല്ലൊരു ജോലി ചെയ്യുന്നത് നഷ്ടപ്പെട്ടു. അതിൽ വേറൊരു മീറ്റിംഗ് പോകുന്നു. വളരെ കൃത്യമായി മീറ്റിങ്ങിൽ അതായിക്കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക, ഒരു കൊളാബറേഷൻ സംഭവിക്കുന്നു. വളരെ അത്യാവശ്യം മീറ്റിംഗാണ്. അതൊക്കെ അത് നഷ്ടം വരുന്നു. അതായത് ആൾക്ക് ആ ജോലി നഷ്ടപ്പെടുന്നു, കൂട്ടാൻ ആ ജോലി നഷ്ടപ്പെടുന്നു, ആ ഒരു ചാൻസ് നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുക തിരിച്ച്, പഠിച്ചോനെ ഇതിപ്പോൾ ഒരു വല്ലാത്ത രാവിലത്തെ സുബഹി പോയതാണ് പ്രശ്നം. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളൊക്കെ വിചാരിക്കുന്ന ഒരു വിചാരമാണ്. സത്യം ശരിയാണോ ചോദിച്ചാൽ ശരിയായിരിക്കാം, ശരിയല്ലാതിരിക്കാം. അങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. ശരിയാവാം ഒരുപക്ഷെ ശരിയാവാതിരിക്കാം. നമ്മൾ ചിന്തിക്കേണ്ടത് സുബഹി നഷ്ടപ്പെട്ടതിന് നമ്മൾ ചെയ്യേണ്ടത്, ഉടൻ ചെയ്യേണ്ട പണി എന്ന് പറയും. നമ്മൾ ചെയ്യേണ്ടത് തിരിച്ച് അള്ളാഹു എന്നോടൊരു റിവെഞ്ച് ചെയ്തതാണ്, രാവിലെ സുബഹി കേൾക്കാത്തവന് എനിക്ക് പണി തന്നു എന്നുള്ളതാണ് പൊതുവെ ചിന്തിക്കുന്നത്. അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ സത്യം അള്ളാഹുവും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ശരിക്കും നോക്കേണ്ടത്. കാരണം നമ്മൾ എങ്ങനെ അള്ളാഹിനെ കുറിച്ച് വിചാരിക്കുന്നു, അതാണ് എനിക്ക് അള്ളാഹു. എന്ത് അബുദി ബി, അതായത് ഞാൻ ആരാണ്, അള്ളാഹ് പറയാണ് ഞാൻ ആരാണ്, എന്റെ അടിമ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് വിചാരിക്കുന്നത്, അതുപോലെയാണ് ഞാൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു പണി തന്നു എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അപ്പൊ അതിനൊന്നേ തോന്നുള്ളൂ. പക്ഷെ അതായിരിക്കും, പക്ഷെ അങ്ങനെ ആവരുത്. നമ്മൾ അപ്പം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വിഷയം നമ്മൾ തെറ്റങ്ങനെ വിഷയം സംഭവിച്ചാൽ വിചാരിക്കേണ്ടത് ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അതാണ് ഫസ്റ്റ് ടൂൾ. ആ ഇസ്തിഗ്ഫാർ കൊണ്ട് എല്ലാം പോകുന്നതാണ്. എന്താ പോകും? ഈ പറയുന്ന അതിനേക്കാളും നല്ലൊരു കാര്യം അല്ലാഹു ഇറക്കി തരും. സൂറത്തുൽ നൂഹിൽ പറഞ്ഞല്ലോ, റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ വയംദിദുക്കും ബിഅംവാലിൻ വബനീൻ വജഅല ലക്കും ജന്നാtin വജഅല ലക്കും അൻഹാർ. ഇസ്തിഗ്ഫാർ ചെയ്യൂ, അല്ലാഹു ഗഫാറാണ്, അല്ലാഹു സ്വീകരിക്കും. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്തിന് തരും, നിങ്ങൾക്ക് മക്കളെ തരും, നിങ്ങൾക്ക് തോട്ടങ്ങൾ തരും, എന്താണ് അതൊക്കെ തരും. ഇസ്തിഗ്ഫാർ കിട്ടാതെ ഒന്നുമില്ല. ദുനിയാവിൽ എന്തൊക്കെ കിട്ടണോ, നഷ്ടപ്പെട്ടു തോന്നിയോ, അതൊക്കെ തിരിച്ചു കിട്ടാൻ ഇസ്തിഗ്ഫാർ കൊണ്ട് സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഇസ്തിഗ്ഫാർ ഏറ്റവും വലിയ ടൂൾ. സത്യത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നി എന്ത് നഷ്ടപ്പെട്ടാലും അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്ന വലിയ സംഗതിയാണ് ഇസ്തിഗ്ഫാർ. അത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70 മുകളിലെ 100 മുകളിലൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്തു. നമ്മൾ ശരിക്കും ഇസ്തിഗ്ഫാറിനെ ശരിക്കും ടൂളാക്കിയിട്ട് ഏറ്റെടുത്താൽ തന്നെ ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പരീക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, മറ്റൊരു ഭാഗം എന്ത്, സമ്പത്തുകൾ കൂടി, അതിനാണ് നമ്മൾ വലിയൊരു അവർക്കൊരു ബർക്കത്ത് കിട്ടിയെന്ന് തോന്നുന്നത്. സത്യത്തിൽ ഈ സമ്പത്തുകൾ കൂടുന്ന, നേരത്തെ പറഞ്ഞു, സമ്പത്തിൽ കൂടുന്ന എല്ലാ ബർക്കത്തും കസറത്ത് അറന്നയല്ല. അതിൽ ഇപ്പൊ കിട്ടിയ ബർക്കത്ത് നേരത്തെ പറഞ്ഞല്ലോ, അത് ഉപകാരപ്പെടുക എന്നുള്ള ഒരു ബർക്കത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല അവർക്ക് ഈ സമ്പത്ത് കൊണ്ട് പിന്നെന്താണ്, പല ആളുകൾക്കും സമ്പത്തുണ്ട്, പക്ഷെ എന്തില്ല, ഉറക്കല്ല. അതിലിപ്പോൾ സംഭവിക്കുന്നത്
സമ്പത്ത് കുറേ ഉണ്ട്, പക്ഷേ ഡോക്ടർ എനിക്ക് ഉറക്കം വരുന്നില്ല, എത്ര ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഉറക്കത്തിന് വേണ്ടി വരുന്ന ആളുകളുണ്ട്. പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് സത്യത്തിൽ പിന്നെ സമ്പത്ത് കൊണ്ട് എല്ലാം ആയി എന്നുള്ളത് ഒരിക്കലും അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയ വലിയൊരു മൂഢത്തരാണ്. അത് ശരിക്കും നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യമാണ്. സത്യത്തിൽ എന്താണ് നഫ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഖിന എന്ന് പറയുന്നത്. മനസ്സിന് ഐശ്വര്യം കിട്ടുക, മനഃശാന്തി കിട്ടുക, സമാധാനം കിട്ടുക തന്നെയാണ് ഈ സമ്പത്ത് കൊണ്ടൊക്കെ ലഭിക്കേണ്ട ആത്യന്തികമായി ലഭിക്കേണ്ട കാര്യം. ഇപ്പൊ ഈ ബർക്കത്തിനെ കുറിച്ചും സമയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പൊ ചില ആളുകളുണ്ട്, അവർക്ക് ആ കുറഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് നന്മ ചെയ്യാൻ അവസരം ലഭിക്കുക എന്നുള്ളത്. ഇപ്പൊ ചില പണ്ഡിതന്മാരൊക്കെ ആ ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ അവർ എഴുതി കൂട്ടിയ കിതാബുകളുടെ അതിന്റെ ആ ഒരു പിന്നെ ഗ്രന്ഥങ്ങൾ അതിന്നും ആളുകൾക്ക് വെളിച്ചമായിക്കൊണ്ട് നിലനിൽക്കുന്നത്, അതൊക്കെ ഒരു വലിയ അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. അതുപോലെ തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരം, പ്രത്യേകിച്ച് ഇസ്ലാമികമായ ദഅവത്ത് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുടെ ഭാഗമാവുക. ഇതൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു നന്മ എത്തിക്കാനുള്ള അവസരമാണ്. അപ്പോൾ അത്തരം നന്മകളെ നമ്മൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു മറ്റുള്ളവർക്ക് നന്മ എത്തിച്ചു കൊടുക്കലും അതിനുവേണ്ടി പ്രയത്നിക്കലും അതിൻ്റെ ഒരു മഹത്വവും അതിന് ലഭിക്കുന്ന ഒരു ബർക്കത്തും ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും വലിയൊരു ഭാഗമാണ്. സത്യത്തിൽ ഒരു ആയുഷ്കാലം കൊണ്ട് കിട്ടുന്നതിനേക്കാളും സത്യത്തിൽ വലിയൊരു ഗുണം ഈ ഒരു പ്രവർത്തനത്തിൽ ലഭിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ പ്രവർത്തനം കിട്ടുന്ന എഫക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആധാരങ്ങൾ എന്ന് പറയും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. ഈ സൂറത്തുൽ യാസീനാണ് അല്ലേ, സൂറത്തുൽ യാസീനിലാണ്. അതായത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഞാൻ എന്ത് ചെയ്യുന്നു, മരിച്ചാൽ നിങ്ങൾ ജീവിപ്പിക്കും. ഞാനാണ് എന്ത് ചെയ്യുന്നത്, മരിച്ച് നിങ്ങൾ ജീവിപ്പിക്കുന്ന ആളെ. എന്നിട്ട് പറഞ്ഞു പിന്നെ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, നിങ്ങൾ ചെയ്ത വെച്ച പ്രവർത്തനത്തെ അതിന് ആധാറുകളും എന്നാൽ അതും ചെയ്തതും അതിന് അപ്പുറത്തേക്ക് കിട്ടിയ ആധാറുകൾ. അവിടെയാണ് സത്യത്തിൽ എന്താ വെച്ചാൽ ചുരുങ്ങിയ സമയം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇമാം നബവിനെ കുറിച്ചാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നിങ്ങൾ ആ പിന്നെ കിതാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 17-ാമത്തെ വയസ്സിലാണ് എന്ത് പഠിക്കാൻ തീരുമാനിക്കണം. ഈ ഒരു പിന്നെ ദീനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുന്നത്. 26-ാമത്തെ വയസ്സ് 10 വർഷം കഴിഞ്ഞിട്ടാണ് കിതാബ് എഴുതാൻ തുടങ്ങുന്നത്. 46-ാമത്തെ വർഷം കൊണ്ട് മരണപ്പെടുകയും ചെയ്തു. ഈ കണ്ട 20 വർഷം കൊണ്ട് തന്നെ 50ഓളം കിതാബുകൾ എഴുതി തീർത്തു. വോളിയങ്ങളാണ്. അതിങ്ങനെ എഴുതി വെച്ച വോളിയങ്ങൾ കണ്ടാൽ ഒരാള് ഇരുന്ന് എഴുതിയാൽ തീരൂല. വേറെ പണിക്കൊന്നും പോകാതെ ഇരുന്ന് എഴുതിയാൽ തീരാത്ത അത്രയും ഗ്രന്ഥശേഖരണങ്ങൾ, വളരെ ആഴത്തെ ഗ്രന്ഥശേഖരണങ്ങൾ ശർഹ് മുസ്ലിം എഴുതിയല്ലോ അല്ലെ. ഇമാം നബി 40 വയസ്സിനെ കുറിച്ച് ആൾക്കും അറിയാത്തതല്ല. അപ്പൊ അത്രയും വിശാലമായിട്ടുള്ള ഒരു ഗ്രന്ഥശേഖരം ഇമാം നബി റഹ്മത്തുള്ളാഹി എഴുതിയിരുന്നു. ഞാൻ പറയുന്നത് അത് സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. 5 വർഷങ്ങളെ 30-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് 35-ാം വർഷത്തിൽ ആള് പിന്നെ ഷഹീദായി മരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് പിന്നെ വിശ്വാസം പറഞ്ഞല്ലോ, സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ കിടത്തിയിട്ട് പറയണം എന്ത്, ഖബറിന് അകത്തുണ്ട് ഒരു പിടുത്തമുണ്ട്, ഒരു പ്രസ്സിംഗ് ഉണ്ട് അല്ലെ, രണ്ട് ഖബർ ഇടുക്കമുണ്ട്. ആ ഇടുക്കം എന്ത് ചെയ്യുന്നു, ഇടുക്കം മുങ്ങാനോ പിന്നെ ഇല്ലായിരുന്നെങ്കിൽ അത് ആർക്കും ഉണ്ടായിരുന്നു, ഈ സഅദ് റളിയല്ലാഹുവിനൊക്കെ ഉണ്ടാകായിരുന്നു. അതായത് അയാൾ എത്ര വലിയ ഒരു ദറജയിലായാലും 5 വർഷം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് നമ്മളൊക്കെ എനിക്കൊക്കെ 40 അല്ലെ 40-42 വയസ്സായി. ഈ 5 വർഷം കൊണ്ട് കിട്ടുന്ന 5 വർഷം കൊണ്ട് കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈ ആയുസ്സിൽ ബർക്കത്ത് ലഭിച്ച ആൾക്കാരുണ്ട്. ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കാൻ വലിയ വിഷയമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ് ദഅവത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഗതി. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഗതി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കൈ കിട്ടുന്ന കിട്ടുക അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എത്ര വലിയ കൂലിയാണ്. അത് ആർക്കൊക്കെ അത് ഉപകാരപ്പെടും സുഹൃത്തുക്കളെ. മാത്രമല്ല ഇങ്ങനെ സംരംഭത്തിൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു സംഘമായി പ്രവർത്തിക്കുമ്പോണ്ടാകുന്ന വലിയ ഗുണമുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഒരാളെ കൊണ്ട് കഴിയും. ഒരു കൂട്ടായ്മ കൊണ്ട് സത്യത്തിൽ വലിയ എന്താ പറയുക പിന്നെ ദഅവയിലേക്ക് ദഅവ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാവുക, അതിൻ്റെ ഒരു ഓരത്ത് നിൽക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യം. കാരണം ഈ നമ്മുടെ സംഗതി തുടങ്ങി വെക്കുകയും നമ്മുടെ സംഗതി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആ സംരംഭം എത്ര കാലം മുന്നോട്ട് പോകുന്നു അത്ര കാലം ചെയ്യുന്നു ആളുകളെ നമ്മളിലേക്ക് എത്തുന്നു. ഇപ്പം നമ്മുടെ പ്രവർത്തനം നേരത്തെ പറഞ്ഞു, നമുക്ക് ഖബറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുക നമ്മളിലേക്ക് എത്തുന്നത് അല്ലെ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആകെ എത്തുന്ന 3 കാര്യങ്ങൾ മാത്രമേ ഖബറിലേക്ക് നമ്മളെല്ലാ കണക്ഷൻ വിട്ടു. ആകെ 3 കാര്യങ്ങളാണ്. ഒന്ന് അൽ ഇൽമു യൻതഫഉ ബിഹി, അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൽമ്, അത് ഇൽമ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമുക്ക് കിട്ടി. ഇനി ഇൽമ് പറഞ്ഞു കൊടുത്തില്ല എന്ന് കൂട്ടാ, നമ്മൾ ഒരാളെ ഇൽമ ചെയ്യുന്നു പകർന്നു കൊടുക്കും, അതും ഇൽമ് പകരൽ തന്നെയാണ്. അപ്പൊ അത് എത്ര ആൾക്ക് വേറെപ്പെടുന്നു, അത്രയും എന്ത് ചെയ്ത് നമുക്ക് ഖബറിലേക്ക് എത്തുന്നൊരു കാര്യമാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ നോക്കിക്കാണുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുക, ഈ ദഅവ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ വലിയ കാര്യം മാത്രമല്ല. അത് നബിസ്വലാസ്ലമ റസൂലുകൾ അല്ലെങ്കിൽ അമ്പിയാക്കൾ ചെയ്ത പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. സത്യത്തിൽ ഈ ആളുകൾക്ക് നന്മ എത്തിക്കുക, അംറുൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ,
കാണുമ്പോൾ നന്മ പറയുക, തിന്മ തടയുക എന്നുള്ളതും, അതേപോലെ ഇത് ദഅവയിലേക്ക് ഈ പറഞ്ഞ ആളുകളിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ ശരിക്കും പറഞ്ഞാൽ എംപിമാർ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ അത് സത്യത്തിൽ എന്തെയാണ് വലിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറും, വലിയ ആധാറുകൾ ലഭിക്കുന്ന കാര്യം മാറും തന്നെ ചെയ്തു തീർച്ചയായും.